തെരഞ്ഞെടുപ്പിൽ CPM പാർട്ടി എന്തുകൊണ്ട് തോറ്റു? പാർട്ടി നേരിട്ട കനത്ത തെരഞ്ഞെടുപ്പിന്റെ കാരണങ്ങൾ ഒടുവിൽ അവർ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. എവിടെയൊക്കെ പാളി എന്നതിന്റെ വിശദമായ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി പ്രസിദ്ധീകരിച്ചു. എന്തൊക്കെയാണ് പരാജയ കാരണം? നമ്മൾ വിശദമായി നോക്കാൻ പോവുകയാണ്. ആദ്യത്തെ പരാജയ കാരണം ഈ കാണുന്നത് പോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുഴുവൻ ഒരാളെ കേന്ദ്രീകരിച്ചായിരുന്നു എന്നൊരു പ്രചാരണം ഉണ്ടായിരുന്നു. ഇപ്പോഴും പറയുന്നത് പ്രചാരണം ഉണ്ടായിരുന്നു എന്നാണ്. അതല്ലാതെ പിണറായി വിജയന്റെ മുഖം മാത്രമാണ് പാറശാല മുതൽ അങ്ങോട്ട് കണ്ടിരുന്നത് എന്ന് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇനി രണ്ടാമത്തെ കാരണം അത് നോക്കാം. അത് ആഗോള അയ്യപ്പ സംഗമം. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് വിശ്വാസികളോട് കൂടെ ചേർക്കാൻ വേണ്ടിയായിരുന്നു. അതിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് അത് ഒഴിവാക്കാമായിരുന്നു. അത് മതേതര പ്രതിച്ഛായയ്ക്ക് കളങ്കമുണ്ടാക്കി എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റി പറയുന്ന കാര്യം. അത് മാത്രമല്ല, ആ സന്ദേശം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി വായിച്ചത് അത്ഭുതമുണ്ടാക്കിയെന്നും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി VN വാസവൻ അന്ന് ആ സന്ദേശം വായിച്ചത്? അതൊന്ന് കേൾക്കാം. Dear Sri VN Vasavanji, I am thankful for the invitation of attending Agola Ayyappa Sangamam on 20th September 2025 at Pamba in commemoration of the Platinum Jubilee of the Travancore Devasam Board. Lord Ayyappa is the divine protector of Dharma. His worship illuminates the path of righteous living and inspires the devotees of. ഇനി അടുത്ത കാരണം അത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടാണ്. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളെ CPM പാർട്ടി ശക്തമായി അപലപിച്ചില്ല എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റിയുടെ കണ്ടെത്തൽ. ഈ മുസ്ലിം വിരുദ്ധ പരാമർശം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയതിനു ശേഷം എന്തായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായ പിണറായി വിജയന്റെ ഒരു പ്രതികരണം? അതൊന്ന് കേൾക്കാം. യഥാർത്ഥത്തിൽ ആളുകളുടെ മനസ്സിലേക്ക് നല്ലതുപോലെ കയറുന്ന രീതിയിലുള്ള അവതരണ രീതി വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും കാണാം. സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ നാക്കിനുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്നൊരു കാര്യം. എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിക്കണം. മുസ്ലിം വിരുദ്ധ പരാമർശത്തിന് ശേഷമുള്ള പ്രതികരണമാണ് ആ കേട്ടത്. ഇനി അടുത്തത് അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ അറസ്റ്റ്. അതിൽ സമയബന്ധിതമായി പത്മകുമാറിനെതിരെ പാർട്ടി ഒരു അച്ചടക്ക നടപടി എടുത്തില്ല എന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നു. അപ്പോൾ ഇതേക്കുറിച്ച് പല ആവർത്തി മാധ്യമങ്ങൾ ചോദിച്ചതാണ്. അതിൽ 2 പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്? അത് നമുക്കൊന്ന് കേൾക്കാം. ഇതിൽ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കുറ്റാരോപിതനാണ്, കുറ്റം ആരോപിച്ചിരിക്കുകയാണ്, കുറ്റക്കാരനാണ് എന്ന് വിധിച്ചില്ല. വിധി വരട്ടെ. നമ്മളെന്തിനാണ് അതിന് ഇടയിൽ തന്നെ കയറി നിലപാട് സ്വീകരിക്കുന്നത്? 2 കാര്യം സംബന്ധിച്ച് വ്യക്തത വേണം. ഞങ്ങളൊരു നടപടി ഉണ്ടായാൽ സ്വർണ്ണക്കൊള്ളക്ക് പാർട്ടി നടപടി എന്ന ഹെഡിങ്ങാണ് നിങ്ങൾ ബാനറായിട്ട് വരിക. ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല. ആ ഹെഡിങ് കാരണം ആ അച്ചടക്ക നടപടി അല്പം വൈകിപ്പിച്ചു, പാർട്ടി തോൽക്കുകയും ചെയ്തു. അടുത്തത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ്. കണ്ണൂർ ഉൾപ്പെടെയുള്ള പാർട്ടി കോട്ടകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ച ഉണ്ടായി എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണത്തിൽ. അപ്പോൾ ഇതിനും പാർട്ടി സെക്രട്ടറി ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു. കേൾക്കാം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്ന്. ഭൂരിപക്ഷം PK ശ്യാമൾ ടീച്ചറെ മത്സരിപ്പിക്കുന്നതിനെതിരായിരുന്നു. പറഞ്ഞില്ല, തെറ്റായിരുന്നു അത്. അതുപോലെ തന്നെ പ്രാദേശിക ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചതാണ് പൂർണ്ണമായിട്ട്. മണ്ഡലം കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റികൾ, പിന്നെ ജില്ലാ കമ്മിറ്റി, ഇവിടങ്ങളിലൊക്കെ ഉയർന്ന ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കാതെ ഒരു തീരുമാനം വന്നു. അല്ല, തീരുമാനം അങ്ങനെ വേറെ വരിക? അവരല്ലേ തീരുമാനിക്കുന്നത്? പിന്നെ സംസ്ഥാന സമിതിയിലേക്ക് ഒറ്റപ്പേര് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം. അതെ, അദ്ദേഹത്തിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അദ്ദേഹത്തിന് മത്സരിക്കണം. മത്സരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ അവിടെ പറഞ്ഞിട്ട് വിശദീകരണം ഞാനിതിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഗോവിന്ദൻ മാഷ് വ്യക്തിപരമായി കേൾക്കുന്ന ആരോപണം കൂടിയാണല്ലോ. അല്ലല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധം കൊണ്ടാണ് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചതെന്നാണ് അസംബന്ധം പറയാണ്.